ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു ചെറിയ കൃഷി വീഡിയോയിലേക്കാണ് കൊണ്ടുപോകണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതരം കുറച്ച് സ്ഥലം ഉണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾ കപ്പ, വെണ്ട, അതുപോലെ ചേന ഇതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വളമിടലും കാര്യങ്ങളൊക്കെ, അതിന് സംരക്ഷണവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണതിനനുസരിച്ച് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ നമ്മുടെ ഈ കനാമണ്ടയിൽ നിൽക്കണ വെണ്ടയൊക്കെ പുല്ലൊക്കെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിക്കളഞ്ഞ് ഇങ്ങനെ വളമിട്ട് നിർത്തിയേക്കാണെങ്കിൽ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് വെണ്ടയ്ക്കൊക്കെ ഒരാൾ എന്നെക്കായും കൂടുതൽ പൊക്കായി. വെണ്ടയൊക്കെ അതിങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ അകത്ത് ഈ വെണ്ടയ്ക്ക കണ്ടോ? കനാമണ്ടയുടെ പിള്ളേർ സൈക്കിളോട്ട് പോകുന്നതിൻ്റെ സൗണ്ടാവും, ഉണ്ടോ? വെണ്ട നിറച്ച് കൃഷികളാണ്, കണ്ടോ? വെണ്ട അടിപൊളിയായിട്ട് നിൽക്കണം. ഇതേമാതിരിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സാധനം. അവിടെ വളം ഇട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ കയറി, പിന്നെ അമ്മയാണ് ചെയ്യണത്. മണ്ണൊക്കെ ഇട്ട് കപ്പ, ഇഞ്ചി, ഈ മാതിരി എന്നെക്കായും പൊക്കായി, ഉണ്ടോ? ഇതാണ് ഞങ്ങളുടെ കപ്പത്തോട്ടം. കപ്പൊക്കെ ഒരു 2 മാസത്തോടെ കഴിഞ്ഞാൽ കപ്പയൊക്കെ പറിക്കാറാവും. കപ്പയൊക്കെ പറിക്കാറാകുമ്പോഴത്തേക്കുള്ള വീഡിയോ ഒക്കെ അന്നേരം എടുത്തിടാം. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുഴിയാണ്, പക്ഷെ അത് ഞങ്ങൾ കളയണില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി മട എടുക്കാണ്ട് ആ വെള്ളം കെട്ടി കിടക്കുന്ന ഇച്ചിരി നല്ലതാണ്. 2 വെയിൽ കളിഞ്ഞാൽ ഇരുന്ന് പോവുകയും ചെയ്തോളും. ചീയൊന്നുമില്ല കപ്പ ഇങ്ങനെ വെള്ളം കെട്ടിയെന്ന് വിചാരിച്ച് അതിനുള്ള സംഭവമില്ല. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇതൊക്കെ ഇട്ട് എവിടെ നിന്നൊക്കെ പുല്ല് കുറച്ചൊക്കെ ഇടണുള്ളൂ. കുറേശ്ശെ വളമിട്ട് ഞങ്ങളുടെ ഇഞ്ചി കാര്യങ്ങളൊക്കെ അവിടെ കൊച്ചിനെ ഞങ്ങൾ കൂട്ടിയേക്കാണ്. വാഴ മണ്ണിടാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്, മണ്ണിടാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ടേ അവനെ കൂട്ടിയേക്കാണ്. ഇതേ വാഴയുടെ കൈകളൊക്കെ വെട്ടി ഇങ്ങനെ നമ്മുടെ പിള്ളേരുകളെ നമ്മളെ കൃഷിയൊക്കെ ആയിട്ട് ഇറക്കണം, കണ്ടോ? അതിൻ്റെ വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഹായ്. അപ്പോൾ കൃഷിയൊക്കെ എങ്ങനെ ഇരിക്കണു? എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പുല്ലൊക്കെ പറിക്കണ്ടോ ഭംഗിയായിട്ട്? അതാ പറഞ്ഞേ, അത് CBSE പഠിച്ചാൽ അങ്ങനെ ഇരിക്കും. നീ നമ്മുടെ CBSE അല്ലല്ലോ, പിന്നെ ഒന്ന് കട വെട്ടാൻ പോയത്. അതിൻ്റെ പുല്ലൊക്കെ പറിച്ച് കളയാൻ പറഞ്ഞിട്ട് ഇത് ചേനക്കൊക്കെ ഇതിട്ടു. പുല്ലൊക്കെ പറിച്ച് കളയാൻ പറഞ്ഞേക്കാണ് വാഴത്തേക്കടെ. നീ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇനി പറക്കണ വീഡിയോ, വിളവെടുക്കണ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.